ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ചരക്കെടുക്കാൻ പോവാണ്. ചരക്കെടുക്കാൻ പിന്നെ ആക്ച്വലി ഈ കല്യാണത്തിന് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കണേനാണ് ചരക്കെടുക്കാൻ പോവാന്ന് പറയണത്. പിന്നെ കച്ച എടുക്കണം. കച്ച എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് ഫോർ ദ കല്യാണ പെണ്ണിൻ്റെ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ എടുത്ത് കൊടുക്കണയാണ്. ആൻഡ് മന്ത്രകോടി അത് നമ്മൾ ബ്രൈഡിന് എടുത്ത് കൊടുക്കണയാണ്. സോ നമ്മൾ ഈ 3 സാധനങ്ങളും എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ, പപ്പ, മമ്മി, അപ്പച്ചി വന്നിട്ടുണ്ട്, കുഞ്ഞനമ്മച്ചി ഉണ്ട്, ഷീജ കുഞ്ഞമ്മ, ജീൻ ചേച്ചി, പിന്നെ ഫെബിന ചേച്ചനും യോഹാനും അവർ അങ്കമാലിയിലുണ്ട്. അപ്പൊ അവരും വരും അങ്ങോട്ടേക്ക്. സോ എക്സൈറ്റഡ് ആണ്. പിന്നെ ബോറായിരിക്കും ഇന്ന്. നമുക്കൊന്നും വലിയ റോളൊന്നും ഉണ്ടാവില്ല. പിന്നെ അറിയില്ല, പോയി നോക്കാം എന്തായാലും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഹായ് ഗൈസ്, അപ്പം അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. ഇവിടെ എല്ലാവരും ഉണ്ട്. ആൻഡ് യാ അപ്പച്ചി പപ്പ നോക്ക്. ഞാനും പപ്പ ഇന്ന് ഭയങ്കര മാച്ചിങ്. 2 വാക്ക് പറയും. 2 വാക്ക് അങ്ങനെ പറഞ്ഞാൽ 2 വാക്ക് പറ. എന്തേലും ഒന്നുമില്ലേ ഒന്നും പറയാനില്ല. നോ 2 വേർഡ്സ്. ഹായ് ഗായ്സ്, അപ്പോൾ ഇപ്പം നമ്മൾ മന്ത്രകോടിയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ കച്ച നോക്കാനിങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കണ പോലെ ഈസി പരിപാടിയൊന്നുമല്ല ഈ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുന്നത്, പ്രത്യേകിച്ച് സാരി എടുക്കുന്നത്. പിന്നെ ബ്രൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെയാണ് സാരിയൊക്കെ ഉടുപ്പിച്ചത്. പപ്പ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നടക്കാണ് തേരാപ്പാര. ഞങ്ങൾക്കിപ്പോൾ വലിയ റോളൊന്നുമില്ല. ഇവരാണ് കാര്യമായിട്ട് സാരി നോക്കുന്നത്. ആക്ച്വലി ഞാൻ സാരിയുടെ ഒന്നും കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കാൻ പാടില്ല. സോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഫെബിന ചേച്ചനും യോഹാനും വന്നു. യോഹാൻ, സേ ഹായ്. ഹായ്. ഇതിടെ ഇങ്ങനെ ഇരിക്കുന്ന പാവ കൊച്ചു പോസ്റ്റ് ആയിട്ട് എനിക്ക് ഞാനും യോഹാനും ഇങ്ങനെ ഒരു റോളും ഇല്ലാണ്ട് നിൽക്കുന്നു. അവിടെ അവര് സാരിയൊക്കെ നോക്കുന്നു. പപ്പയും ഫെബിന ചേച്ചനും ആ മൂലയിൽ പോയിരുന്ന് അവരെന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു നമ്മളുടെ ട്രിപ്പിനെ കുറിച്ച്. മമ്മിയുടെ സാരി എടുക്കാം. നോക്ക് ഗൈസ്, പപ്പയും ഫെബിന ചേച്ചനും ഇവിടെ ഇവര് സാരി പ്ലാനിങ്. മമ്മ എന്തായി?
ഇവിടെ പപ്പയും ഫെബിനസിനും നമ്മളുടെ ഐറ്റിനറി പ്ലാനിങ്ങിലാണ്. അവിടെ എല്ലാവരും അവരവരുടെ സാരി തപ്പുന്നു. ഞാനും യോഹാനും ഫോട്ടോ വീഡിയോ ഒന്നുമില്ല, പോസ്റ്റ് അടിച്ചിരിക്കുന്നു അല്ലേ അല്ലേ. ദൈവമേ എന്തോരം സാരികളെ വലിച്ചിട്ടേക്കണേ നോക്കിക്കേ. ഇവരൊക്കെ ഒരാളിവിടെ ഒറ്റയ്ക്കൊക്കെ നിന്ന്. ഷീജ കുഞ്ഞമ്മ യോഹാൻ ഉണ്ടാക്കണ എടാ കാണിച്ച, നീ ഉണ്ടാക്കിയത് കാണിച്ചു കൊടുക്കാം. ഇവനൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇവൻ ക്രോഷേ ചെയ്യും. ഇതാ നോക്കൂ, ബ്യൂട്ടിഫുൾ, നല്ല ക്യൂട്ട് സാധനം. മാറ്റാം ഡേ, ഇതിവൻ എനിക്ക് ഉണ്ടാക്കി തരാം തോന്നു. തരില്ലേടാ, തരുമോ? വാവ്, സോ ക്യൂട്ട്. ഇത് നല്ല രസം. എന്തൊരു കഴിവല്ലേ, അതിനൊക്കെ ഒരു കഴിവൊക്കെ വേണേ. ഞാനും യോഹാനും ഇങ്ങനെ വെറുതെ നടക്കാം. യോഹാൻ, ഹൗ ആർ യു ഫീലിംഗ്? Good. ഡു യു മിസ് കാനഡ? No. വൈ? Because it's fun here. ആണോ? ശരിക്കും. ആർ യു എക്സൈറ്റഡ് ദാറ്റ് ഐ എം കമ്മിങ് ഓവർ? Yeah. വൈ? Because പറയടാ. ബിക്കോസ് പ്ലീസ് കംപ്ലീറ്റ് ദി സെന്റൻസ്. പറയൂ. I don't know. അപ്പൊ നീ എക്സൈറ്റഡ് അല്ല. എക്സൈറ്റഡ് ആവണമെങ്കിൽ there should be a reason for that. So please tell. Because then I don't know. ഐ ശരി. നിനക്ക് ഈ കല്യാണം ഷോപ്പിങ്ങിനെ പറ്റി എന്തുണ്ട് പറയാനായിട്ട്? Very boring. സത്യം കേട്ടോ, കാണുമ്പോ നല്ല ഈസി ആയിട്ട് തോന്നും. പക്ഷെ ഇവിടെ വന്ന് നിൽക്കുമ്പോ അറിയാം എന്തൊരു ബോറിംഗ് ആണെന്ന്. അതുകൊണ്ട് ഒരാള് തന്നെ ഒരു 5-6 സാരി ഒക്കെ പറക്കിക്കൊണ്ടാട്ടോ നടക്കണത്. എന്താലേ, ബോറടിച്ച് ഉറക്കം വരിക. ഇവൻ വന്നതുകൊണ്ട് എനിക്കൊരു ആശ്വാസമായി. പക്ഷെ ഇപ്പൊ ഇവനും ബോറടിക്കുന്നു, എനിക്കും ബോറടിക്കുന്നു. ഗൈസ്, ഒരു ഫോറിനർ സായിപ്പ് ഇരിക്കുന്ന നോക്കൂ. എൻ്റെ ബാഗൊക്കെ കൊച്ചിനെ ഏൽപ്പിച്ചു. ഞാനിവിടെ ലിസ്റ്റും പിടിച്ചുകൊണ്ടിരിക്കുക സാരി എടുക്കാനായിട്ട്. ഗൈസ്, അവരൊക്കെ താഴെ പോയി. ആൻഡ് യോഹാൻ്റെ ക്രോഷേ എടുത്തു കാണിക്കുക. ദിസ് ഇസ് വൺ ഡോൾ. ഏത് ഡോളാടാ? Alice in Wonderland. യാ, സോ ഹീസ് മേക്കിംഗ് ഇറ്റ്. നല്ല രസമുണ്ടല്ലേ കാണാൻ യാൺ. പക്ഷെ എൻ്റെ ഹുക്ക് കൊണ്ടുവരാം ഫെബിനെ ചേച്ചി മറന്നുപോയി. അപ്പം അത് എടുക്കാൻ പോയിക്കത്. ഇത് നിക്കണമൊക്കെ ബ്യൂട്ടിഫുൾ. ഇതാണ് ആർട്ടിസ്റ്റ് ആൻഡ് ദിസ് ഇസ് ദി ആർട്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയുണ്ട് ചെയ്യാൻ. പപ്പ ചിരിക്ക്. എങ്ങനെ പോകുന്നു കല്യാണ ഷോപ്പിംഗ്? കല്യാണ ഷോപ്പിംഗ് അടിപൊളി. പൊളിഞ്ഞു പോവാ. ഹോണസ്റ്റ് ഒപ്പീനിയൻസ്. അയ്യോ, ഞാൻ, പപ്പ, യോഹാൻ, ഫെബിന ചേച്ചൻ ഒരു റോളും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കണു. ബാക്കിയുള്ളവര് ഓരോ നിലയിൽ നിരങ്ങി ഇറങ്ങാം സാരി എടുക്കാനായിട്ട്. ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നോട്ടെ. ഞാൻ യോഹാനും അലോനയ്ക്ക് വേണ്ടി ടോപ്പ് നോക്കാനായിട്ട്. എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താ നോക്കണ്ടേന്ന്. ഇവൻ വലിയ കാര്യത്തില് ആലിസിനെ തുന്നി തീർക്കാലോ എന്ന് വിചാരിച്ച ആലിസിനെ എടുത്തോണ്ട് വന്നു. പക്ഷെ അവന് തുന്നാൻ പറ്റണില്ല. ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. ആലിസ് ഉണ്ട്, ആലിസിന്റെ യാണുണ്ട്, പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കേണ്ട ലിസ്റ്റ് എഴുതിയ ബുക്ക് ഉണ്ട്. അവരൊക്കെ എല്ലാവരും ഓരോരോ ഫ്ലോറിൽ. എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഇവരൊക്കെ എവിടെയാണ്. സോ നമുക്ക് ടോപ്പ് തപ്പാൻ പോയിട്ട് അല്ലേ യോഹാൻ? യോഹാൻ ഇല്ലാതെങ്കിൽ ഞാൻ ഇന്ന് എന്ത് ചെയ്തേനെ? പോസ്റ്റ് അടിച്ച ചത്താരെ ഇവിടെ ഇരുന്ന് നോക്കിക്കേ. യോഹാൻ ഇപ്പൊ ഒരു ഡാഡി ആയിരിക്കുന്നു ഗൈസ്. അയ്യോ ജീസസ്, എനിക്ക് ചിരിക്കാൻ വയ്യ കേട്ടോ. ഒരുപാട് ചിരിച്ച കരയേണ്ടി വരും. ഓക്കെ യോഹാൻ, നമുക്ക് ഡ്രസ്സ് നോക്കാം. സെറ്റല്ലേ?
ഗൈസ് എനിക്ക് ആക്ച്വലി അറിയാൻ പാടില്ല കേട്ടോ എന്താ എടുക്കണ്ടേന്ന്. കാരണം ഞാനങ്ങനെ ഡ്രസ്സ് എടുത്ത് എനിക്ക് ശീലമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്താ എടുക്കണ്ടേന്ന്. ഗൈസ് ഐ തിങ്ക് നമുക്ക് വല്ല ഡ്രസ്സ് നോക്കാം അല്ലേ, കാരണം എനിക്കറിയില്ല. യോഹാനെ നമുക്ക് ഡ്രസ്സ് നോക്കാം. ഇതെവിടെ ഇപ്പോൾ വെസ്റ്റേൺ ഡ്രസ്സ്? എനിക്ക് ഈ സ്കേർട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മിക്കവാറും അലോനയ്ക്ക് നോക്കാൻ വന്നിട്ട് ഞാനായിരിക്കും എടുക്കണേ. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ല ഗൈസ്. ഹൗ അബൌട്ട് അല്ലെങ്കിൽ വല്ല ടീഷർട്ട് പോലത്തെ വല്ല സാധനം എടുത്തു കൊടുക്കാം അല്ലേ? ഐ തിങ്ക് ഈ ടോപ്പ് നല്ലതായിരിക്കും അല്ലേ? ഇതെങ്ങനെയുണ്ട്, നല്ലതാണോ? പക്ഷെ അതിലും ഭേദം ഇതോ, ഈ പച്ച. യു നോട്ട് ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ല പിന്നെ. വേറെ ഗൈസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇത് കണ്ടിട്ട്. ആക്ച്വലി എനിക്കൊരു ഷോർട്സ് മേടിക്കണം. ഗൈസ് നമുക്കൊരു കുർത്തി ടോപ്പ് മേടിച്ചു കൊടുത്തല്ലോ എന്നാ പിന്നെ. ഇത് ഈ ആളില്ലാണ്ട് ഈ ഡ്രസ്സൊക്കെ മേടിക്കാൻ വരുന്നത്. പാവം എനിക്ക് ഉറക്കവും വരുന്നുണ്ട്, യോഹാനും ബോറടിക്കുക. ഓക്കെ ഓക്കെ, ഐ തിങ്ക് ഐ ഗോട്ട് സംതിങ്. യോഹാ വാ. ഡേ ഗൈസ്, അവിടെ ആരാ നിൽക്കുന്നേ നോക്കൂ. ഫെബിന ചേച്ചനും പപ്പയും. എനിക്ക് ആക്ച്വലി കടയുടെ ആ ഒരു സ്ട്രക്ചർ ഇഷ്ടപ്പെട്ടു. കണ്ടു ഈ പഴയ ഒരു തരം കൊട്ടാരം വൈബൊക്കെ. അതുകൊണ്ട് ഇതുങ്ങളെ രണ്ടുപേരും ഒന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ദേ അപ്പോൾ വേറെ ഏതോ ചേട്ടൻ. ഇവിടുത്തെ ആ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു രീതി, ആർക്കിടെക്ചറൊക്കെ അല്ലേ? എടാ ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയില്ലേ? അതൊക്കെ കൊള്ളാം. ദീ പപ്പ കണ്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മറ്റേ ഫ്ലോറിൽ തന്നെ വന്നു. യോഹാൻ ക്രോഷ്യ ചെയ്യാൻ തുടങ്ങി. എനിക്ക് നല്ല പോലെ തലവേദന എടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ നോമ്പ് മുറിച്ചു, ഒരു പ്രോട്ടീൻ ബാർ എടുത്ത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ക്രോഷ്യയും ചെയ്തു. ഇങ്ങനെ അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ എൻ്റെ അമ്മയെ എല്ലാവരും സാരി മേടിച്ചു. ആൻഡ് ഫൈനലി വി ആർ ഗോയിങ്. ബില്ലടിക്കാൻ പോവാ. എല്ലാരും ക്ഷീണിച്ച് അവിടെ ഇരിക്കായി. ഹലോ ഗായ്സ്, അപ്പം അങ്ങനെ നമ്മൾ രാവിലെ തുടങ്ങിയ ഷോപ്പിംഗ് തീർന്നു. ഒരു 3:30 ഇപ്പം തന്നെ. 3 മണിയായപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്.
സോ രാവിലെ 9:30 തുടങ്ങിയ ഷോപ്പിംഗ് ആണ്. ആക്ച്വലി എൻ്റെ മൈക്ക് ഓഫായിപ്പോയി, അത് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ നിനക്ക് പൊക്കം കൂടി പോയി ഇരിക്കേണ്ടി പറ്റും. നമ്മൾ ആദിയുടെ വീട്ടിൽ വന്നു. ആൻഡ് അവിടെ പപ്പയും അച്ഛപ്പയും. ഇവിടെ ആദി ഇവന് കുറച്ച് പൊക്കം കൂടുതലായതുകൊണ്ട് അതെ എനിക്ക് ബുദ്ധിമുട്ടാണ് എടുക്കാൻ. നല്ല ഊള പോലെ അല്ലേ. ഞങ്ങളൊക്കെ സത്യം തന്നെ ക്ഷീണിച്ചു, അതുകൊണ്ടാണ് ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ നിർത്തിയിട്ട് വന്നത്. പക്ഷെ ഞങ്ങൾ കൂടെ വന്നവർക്കൊന്നും ഒരു ക്ഷീണവും ഇല്ല. അവരൊക്കെ പിന്നെയും ഷോപ്പിങ്ങിന് പോയി. ആൻഡ് യോഹാൻ വരുന്നു അവന്റെ ആലിസിനെയും കൊണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനിയും തിരിച്ച് വീട്ടിൽ പോവാണ്. സോ നമ്മൾ കുറെ നേരമായി ഈ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ നടന്നില്ല അല്ലേ യോഹാൻ? ഹൗ വാസ് ദ ഡേ? Good. ബോറിംഗ് അല്ലായിരുന്നോ സത്യം പറയടാ? Some of it. യാ, ആക്ച്വലി നമ്മൾ എന്താ ഫുഡ് കഴിച്ചു? ഇവൻ ചിക്കൻ ന്യൂഡിൽസ്, ഫെബ്ന ചേച്ചൻ ബിരിയാണി, പിന്നെ ബാക്കി എല്ലാവരും വെജ് ഫിഷ് കറി മീൽസ്, ഞാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആൻഡ് ഗോബി മഞ്ചൂരിയൻ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. സോ we are winding up this video. So until next time, see you guys. Bye. Like, share and subscribe. Pareda vellom. Bye. Bye.